അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൂവണിഞ്ഞ സ്വപ്നമെന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 41-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് ഭാവയായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കത്ത് കൊടുക്കാൻ വേണ്ടി തൻ്റെ കൂലിവേല ചെയ്യുന്ന ഒരാളിൽ നിന്നും അഥവാ തൻ്റെ വേലക്കാരിൽ നിന്നും ഒരാളെ യൂസുഫ് നബി വിളിക്കുകയാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ പേര് ബഷീർ എന്നായിരുന്നു. കുറേ കാലം മുമ്പ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കൊട്ടാരത്തിൽ ജോലി അന്വേഷിച്ച് വന്ന് അവിടെ ജോലി കൊടുത്തതായിരുന്നു. അങ്ങനെ യൂസുഫ് നബിയുടെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു ബഷീർ. ആ ബഷീറിൻ്റെ അടുക്കൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിലേക്കുള്ള കത്ത് നൽകുകയും യഹൂദായുടെ അടുക്കൽ കുപ്പായം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൻആനിനെ ലക്ഷ്യം വെച്ചുകൊണ്ടതാ അതിശീഘ്രം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രംഗം ബഹുമാനപ്പെട്ട അന്തറോദീവ് മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. മന്നർ ബഷീറിൻ്റെ കരമിൽ ഖത്ത് വളരെ സൂറൂറോടെ ഉടൻ കൊടുത്ത് അന്നാൾ യഹൂദയും കുതിത്ത് അകന്ന് ബഷീറുമായി ഇടാപെരുത്ത്. യൂസുഫ് നബിയുടെ നിർദ്ദേശം കിട്ടേണ്ട താമസം അവർ രണ്ടുപേരും അതാ കൻആനിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിക്കുകയാണ്. ഏതായാലും അവർ കൻആനിൽ എത്തിച്ചേരാൻ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയും. അതിനു മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് ഈ സംഭവങ്ങളൊക്കെ മഹാനായ യൂസുഫ് നബിയെ കാണാതെ 40 വർഷക്കാലം ഇങ്ങനെ തള്ളി നീക്കാനുണ്ടായ കാരണം മഹാനായ കവി അന്തറോദീവ് മുത്തുക്കോയ തങ്ങൾ ഇന്ന് ആലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ പറയുന്നു. എന്തായിരുന്നു ഇതിനൊരു കാരണമുണ്ടായിരുന്നു. ഇത്രയും കാലം 40 വർഷക്കാലം സ്വന്തം പൊന്നോമന പുത്രനെ മറഞ്ഞു നിൽക്കാൻ അഥവാ കാണാതെ അള്ളാഹു മറച്ചു വെച്ചത് എന്തിനായിരുന്നു? അതിനൊരു കാരണമുണ്ടായിരുന്നു. എന്താണ് കാരണമെന്നാണ് മഹാനായ മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. മഹീബാദി തനിക്കുള്ള അഹീനെ പെറ്റതിൽ പിന്നെ മരിത്തോരാം മദർ റാഹിലതൈ കാലത്ത് ഇന്ത്യ ബഷീറിൻ തള്ളന വാങ്ങി വില കൊടുത്ത്. മഹാനായി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബുന്യാമീനെ പ്രസവിച്ച ഉടനെ തന്നെ, അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ റാഹീലിലുണ്ടായ രണ്ടാമത്തെ മകനായ ബുന്യാമീനെ പ്രസവിച്ചപ്പോൾ, മൂന്നാമത്തെ മകനായ ബുന്യാമീനെ പ്രസവിച്ചപ്പോൾ ഉടനെ തന്നെ മാതാവ് മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മാതാവ് മരണപ്പെട്ടപ്പോൾ ബുന്യാമീന് പാല് കൊടുക്കാനും മറ്റുമായി ഒരു വെള്ളാട്ടിയെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം അതാ വിലക്കെടുത്തു. അങ്ങനെ വെള്ളാട്ടിയുടെ കാര്യം കൂടി നോക്കൽ യാക്കൂബ് നബിയുടെ കാര്യത്തിൽപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാന പയലെ പാൽ കൊടുത്താറ്റി വളർത്തുവാൻ മടവിയേറ്റിടും പോതി ബഷീർ തന്നെ ചിന്ന വയസാണം നിബിനു അബ്ബ സുരത്തിടും നീ. അങ്ങനെ ബുന്യാമീന് ചെറിയ കുട്ടിയാകുമ്പോൾ ഉമ്മ മരണപ്പെട്ടത് കാരണത്താൽ ബുന്യാമീന് മുല കൊടുക്കാൻ വേണ്ടി അതാ ഒരു തള്ളയെ, ഒരു അടിമയെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കെടുക്കുകയാണ്. ആ തള്ളക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഈ ബഷീർ എന്ന് പറയുന്ന കുട്ടി. സുബ്ഹാനല്ലാഹ്. അതാണ് പറയുന്നത്. ബിരിശത്തിൽ യഅ്കൂബ നബിരാവിലിയടി വിത്ത് വിരിപ്പാകം നദർത്തപ്പൽ അമത്താളം ബുന്യാമിനെ വിട്ട് ബഷീറെ പാൽ
കുടിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ബുന്യാമീൻ്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം ചെന്ന് നോക്കുമ്പോൾ ബുന്യാമീന് മുല കൊടുക്കാൻ വേണ്ടി വാങ്ങിയ അടിമ സ്ത്രീ തൻ്റെ കുട്ടിയായ ബഷീറിന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് യാക്കൂബ് നബി കണ്ടത്. ഈ സമയം ഞാൻ ഈ പെണ്ണിനെ വാങ്ങിക്കണം, എൻ്റെ കുട്ടിക്ക് മുല കൊടുക്കാനല്ലേ, എന്നിട്ട് ഓളെ കുട്ടിക്കാ കൊടുക്കണേ എന്ന് പറഞ്ഞ് മഹാനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു എന്ന് കവി വിവരിക്കുകയാണ്. കരുതിടൈ നബി അന്നാൾ അമത്തിൽ മോനീരിക്കൂകിൽ കരുളായേ ബുന്യാമീൻ കുറയും പാല് അതിനാൽ കടപ്പായി ബഷീറവി ടവർ അന്നാള് ഉരത്താവൾ കൊടുതായ മുഷിപ്പോടേറയോനിൽ ഒരു പയ്യും ഏനിൽ ഇല്ല ബദൽ ചെയ്വാനേ അവരാ ഓമനാ മകനാ നീ പിരിക്ക് കോരേ. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം ബുന്യാമീനെ മുല കൊടുക്കാൻ വേണ്ടി വാങ്ങിയ അടിമ സ്ത്രീ തൻ്റെ മകനെ, അതായത് ബഷീറിന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദേഷ്യം വന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം അടിമയല്ലേ, ഉടനെ തന്നെ ബഷീറിനെ പിടിച്ചിട്ട് ചെറിയ കുട്ടിനെ പിടിച്ചിട്ടാണ് വിറ്റു. ആ സമയം തള്ളയുടെ വ്യസനം എങ്ങനെയായിരിക്കും? സുബ്ഹാനല്ലാഹ്. സ്വന്തം കുട്ടിയെ വിറ്റ് കഴിഞ്ഞാൽ, വേർപ്പെടുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ സമയം സർവശക്തനായ റബ്ബിൽ കരമുയർത്തിക്കൊണ്ട് ആ തള്ളയങ്ങ് അടിമ സ്ത്രീയങ്ങ് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, എൻ്റെ കുട്ടിയെ ഇതാ യാക്കൂബ് വിറ്റിരിക്കുന്നു. യാക്കൂബിനോട് ചണ്ട കൂടാനോ യാക്കൂബിനോട് എതിർക്കാനോ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, എൻ്റെ കുട്ടിയെ എന്നിൽ നിന്നും അകറ്റിയതുപോലെ യാക്കൂബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാകുന്ന യൂസുഫിനെയും നീ അകറ്റണേ എന്ന് ആ അടിമ സ്ത്രീ തള്ള ഒരൊറ്റ ദ്വയർന്നു എന്ന് മാത്രമല്ല, പിരിത്തേം നീ മാണി മോനെ കാനീവോളം നാവരെയും പിരിശപ്പൊൻ മകനെയും നമ്മை കാട്ടൂല ദുരിതം മികത്താലും ഇവർകള ഇടകൂട്ടൂല. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് ഈ ഉമ്മയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. യാക്കൂബ് നബിയുടെ അടിമ സ്ത്രീയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എന്തായിരുന്നു ദുആ? എൻ്റെ മകനെ ഇനി എന്നാണോ കാണുന്നത് അന്ന് ഇനി കണ്ടാൽ മതി അദ്ദേഹത്തിൻ്റെ മകനെയും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ദുആ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടായിരുന്നു യൂസുഫ് നബിയെ ഈ കാണിച്ച ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായത്. ഏതായാലും അങ്ങനെ പറയും നീ കാതറാവി ഇവർ കൻആനാടുക്കുവാൻ ഫറസിഖ് സമാനീന അകലം ബത്ത് ഏറ്റം ഫർഹോടെ യഅ്കൂബ നബിയോരത്ത്. അങ്ങനെ യഥാ കത്ത് കൊടുത്തയച്ചതാ യൂസുഫ് നബി അലൈഹിസ്സലാം യഹൂദയുടെ അടുക്കൽ തൻ്റെ ഷർട്ട്, തൻ്റെ കുപ്പായം കൊടുത്തയച്ചിരിക്കുന്നു വാപ്പയുടെ മുഖത്തിടാൻ. മറ്റേ അടുക്കൽ ബഷീറിൻ്റെ അടുക്കൽ കത്തും കൊടുത്തയച്ചിരിക്കുന്നവർ രണ്ടുപേരും അതാ കൻആനിനെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഏതാനും കൻആനിനെ 8 മൈൽ അകലെ ദൂരത്ത് നിന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പെട്ടെന്നതാ ചാടി എഴുന്നേറ്റുകൊണ്ട് മോളുടെ കൈയും പിടിച്ചുകൊണ്ട് മോളോട് പറയുകയാണ്, സൈനബ, എൻ്റെ യൂസുഫിൻ്റെ മണം അടിച്ചു വീശുന്നുണ്ടല്ലോ. ഈ സമയം മാറിബീൻ കാതറാവി ബീരുത്തിൽ നിന്നും അരിമായൂബൻ നബിദാറിന്നും വിരുദർ യഹൂദ മുൻ ബഷീറോടൊത്ത് മേൽമാ സഹോദരകൾ അടവേ ഒത്ത് പിറകെ വരട്ടെ നാം കുടിക്കാം എന്ന് വിണ്ട് നഴലൈനും കഴിത്താറന്ന്. അങ്ങനെ യൂസുഫിൻ്റെ മണം അടിച്ചു വീശുന്നു സൈനബ.
മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനായ യാക്കൂബ് നബി പറയുകയാണ്, എന്നെ പുറത്തേക്ക് ഇറക്കു സൈനബാ, ഏത് ഭാഗത്തു നിന്നാണ് ആ മണം മടിച്ച് വീശുന്നതെന്ന് നോക്കട്ടെ. അങ്ങനെ ചെരുപ്പൊന്നും ഇടാതെ, ചെരുപ്പിടാൻ പറഞ്ഞു യാക്കൂബ് നബിയോട്. പക്ഷേ ചെരുപ്പൊന്നും ഇടാതെ ചെരുപ്പും വേണ്ട ഇലക്കും വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുകയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം. ഏതായാലും വാപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സൈനബാബി പുറത്തേക്ക് ഇറക്കിയപ്പോൾ പെട്ടെന്നതോ മന്നർ ബാഷിറിൻ്റെ കരമിൽ ഹത്ത് വളരെ സൂറൂറോട് ഉടൻ കൊടുത്ത് അന്നാളിയ ഹൃദയം കുതികുതിത്ത് അകന്ന് ബാഷിറുമായി ഇടാവേരുത്ത്. കൊളമായി കഴിഞ്ഞു.